പോപ്പിൻ്റെ പട്ടം നമുക്ക് അച്ഛന് വൈദികൻ പട്ടം കിട്ടിയിട്ടുണ്ട്. ഒരു മെത്രാനാവും, മെത്രാൻ പട്ടം, ആർച്ച് ബിഷപ്പ്. പോപ്പിൻ്റെ പട്ടത്തെക്കുറിച്ചൊന്ന്. ഓക്കെ, അത് വാസ്തവത്തിൽ പലർക്കുമുള്ള ഒരു ചോദ്യമാണ്. പലരും ചോദിച്ചിട്ടുണ്ട്. സഭയിൽ ഡീക്കൻ പട്ടമുണ്ട്, പുരോഹിത പട്ടമുണ്ട്, മെത്രാൻ പട്ടമുണ്ട്, പിന്നെ ഉള്ളതൊക്കെ എന്താണ് എന്ന് ചോദിക്കും. മാർപ്പാപ്പയ്ക്കൊരു പട്ടമുണ്ടോ എന്ന് ചോദിക്കും. വാസ്തവത്തിൽ മാർപ്പാപ്പയ്ക്ക് വേറെ പട്ടമില്ല. സഭയിലുള്ള പട്ടങ്ങൾ ഡീക്കൻ, പുരോഹിതൻ, മെത്രാൻ. ഈ മെത്രാനിൽ തന്നെ, മെത്രാൻ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ്. ഇപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് ഈ മെത്രാന്മാരെല്ലാം. ഈ മെത്രാന്മാരുടെ കൂട്ടായ്മയുടെ തലവനാണ്, പത്രോസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് മാർപ്പാപ്പ. അപ്പം അതുകൊണ്ട് അതിന് വേറൊരു പട്ടമില്ല. പാപ്പയ്ക്കുള്ള പട്ടം മെത്രാൻ പട്ടം തന്നെ. പിന്നെ ഈ കർദിനാളെന്ന് പറയുമ്പോൾ അതിനും പട്ടമില്ല, മെത്രാൻ പട്ടം തന്നെ. അവർക്ക് ഡിഗ്നിറ്റീസാണ്, കുറച്ച് ഉയർന്ന പദവി മാത്രമേ ഉള്ളൂ. അപ്പോൾ പട്ടം 3 തന്നെയുള്ളൂ. അതിലും നമുക്കറിയാവുന്നത് ഈ അപ്പസ്തോലിക പദവിയുള്ളവർ, അതായത് മെത്രാൻ പട്ടമുള്ളവർക്കാണ് കൗദാശിക അധികാരം പൂർണ്ണമായിട്ടും ഉള്ളത്. കുദാശകൾ പൂർണ്ണമായിട്ടും പരികർമ്മം ചെയ്യാൻ ഉള്ള അധികാരം ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഇവരുടെ സഹപ്രവർത്തകരായ വൈദികർക്ക് അതിൽ 2 ഒഴികെ ബാക്കിയെല്ലാം ചെയ്യാം, 5. ഇനി അവരുടെ പരികർമ്മികൾ ആയിട്ടുള്ള ഡീക്കന്മാർക്ക് 2 പരികർമ്മം ചെയ്യാം, മാമോദീസയും വിവാഹവും. അതിലും ചില വ്യത്യാസങ്ങളുള്ളത്. ഈ പറയുന്ന സൂയി യൂറിസ് ചർച്ചസിൻ്റെ 23 സഭകൾ, 24ാമത്തെ ലത്തീൻ 23 സഭകളിൽ ഈ കാര്യത്തിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഡീക്കന്മാർക്ക് ഒരു കുദാശ മാത്രമേ പരികർമ്മം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മാമോദീസ മാത്രം. ഇത് കല്യാണത്തിന് അവർക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ പാപ്പ ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിറിയൻ ലാറ്റിൻ മിക്സഡ് ആയിട്ടുള്ള മാരേജ് വരുമ്പോൾ ഡീക്കന്മാരെ വെക്കാതെ അച്ഛൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ കാനലോ അനുസരിച്ച് അത് ഇൻവാലിഡ് ആവും, അതേസമയം ലത്തീൻ കാനലോ അനുസരിച്ച് വാലിഡാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഒരു ഡോക്യുമെൻ്റ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അവിടെയും പാപ്പയുടെ മനസ്സുമൊക്കെ എല്ലാം ഒരുപോലെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സ്ഥൈര്യലേപനം. സ്ഥൈര്യലേപനം ലത്തീൻ സഭയിൽ മെത്രാന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ. എന്നിരുന്നാലും മെത്രാന്മാർക്ക് അധികാരം താൽക്കാലികമായിട്ട് അച്ഛന്മാർക്ക് കൊടുക്കാം. എന്നാൽ മറ്റ് 23 റീത്തുകൾക്ക് സൂയി യൂറിസ് ചർച്ചസിന് അച്ഛന്മാർക്ക് കൊടുക്കാൻ പറ്റും ഈ സ്ഥൈര്യലേപനം എന്ന കുദാശ. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സഭ എല്ലാം ഒരുപോലെയാണ്, ഈക്വൽ ഡിഗ്നിറ്റിയാണ്. ആ ഈക്വൽ ഡിഗ്നിറ്റി എന്നുള്ള കാര്യം പാപ്പ എപ്പോഴും എടുത്തു പറയുമായിരുന്നു. അങ്ങനെ തന്നെയാണ് പുള്ളിയുടെ ജീവിതത്തിലും ആയിരുന്നത്.